ഞങ്ങൾക്ക് ഒറ്റ ചോദ്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട്. ഇത് നിസ്സാര സംഭവമാണോ? രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കും എന്നൊരു BJP നേതാവ് അദ്ദേഹത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞതൊരു നിസ്സാര സംഭവമാണോ? അതിന് മറുപടി പറയണം, പിണറായി വിജയൻ മറുപടി പറയണം. നമുക്കറിയാം, ഇന്ന് പ്രതിപക്ഷം കേരള നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്നൊരു BJP നേതാവ് പ്രഖ്യാപിച്ചിട്ടും അയാൾക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ വിഷയം വളരെ നിസ്സാരമാണ് എന്നുള്ള മട്ടിലാണ് സർക്കാരിന് വേണ്ടി സ്പീക്കർ ഈ വിഷയം നിയമസഭയിൽ എടുക്കാൻ സമ്മതിക്കായിരുന്നത്. ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും ജനകോടികളുടെ നേതാവുമായ രാഹുൽ ഗാന്ധിയെ നെഞ്ചിൽ വെടിയുണ്ട പായിക്കും എന്ന് ഒരു BJPയുടെ നേതാവ് പരസ്യമായി ഒരു ചർച്ചയിൽ വെല്ലുവിളിച്ചിട്ട് അയാൾക്കെതിരായി പരാതികൾ കൊടുത്തിട്ട് 26-ാം തീയതി നടന്ന സംഭവമാണ്. 27-നും 28-നും പരാതികൾ കൊടുത്തു. ഞങ്ങൾ ഇന്നലെ സഭയിൽ ഇത് മെൻഷൻ ചെയ്തു. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് പേരിനൊരു FIR എടുത്തത്. അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പോലും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. അയാൾ തെറ്റുതിരുത്താതെ ആവർത്തിച്ച് വീണ്ടും അയാൾ ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞിരിക്കുക. ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിമർശനം ആരെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉന്നയിച്ചാൽ അവനെ അറസ്റ്റ് ചെയ്യുകയും അവന്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഗവൺമെന്റ് രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ BJP നേതാവിനെ സംരക്ഷിക്കുകയാണ്. ഇത് BJPയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്, അയാളെ ജയിലിലാക്കാതിരിക്കുന്നത്. അത് ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത് കേരളത്തിലെ BJPയുടെയും CPMന്റെയും അവിശുദ്ധമായ ബാന്ധവത്തിന്റെ ഏറ്റവും അവസാന തെളിവാണ്. ഞങ്ങൾ പ്രക്ഷോഭണം സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് ഇന്നലെ പ്രക്ഷോഭണം നടത്തി വ്യാപകമായ സമരങ്ങൾ നടത്തിയാണ്. ഇന്നത് UDF കൂടി ഏറ്റെടുക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്തുടനീളം UDF പ്രവർത്തകർ വ്യാപകമായി ഈ ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയത്തിനെതിരെയും ഇത് പ്രഖ്യാപിച്ച BJP നേതാവിനെ സംരക്ഷിക്കുന്ന സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും BJP നേതാക്കൾക്കെതിരായും അതിശക്തമായ പ്രചരണവും സമരവുമായി കേരളത്തിലെ UDF പ്രസ്ഥാനം മുന്നോട്ട് പോകും. ഗവൺമെന്റ് ഞങ്ങളെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം ഉണ്ടായിട്ട് അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ചെറുവിരൽ അനക്കാതെ ഇരിക്കുന്നത്. ആ BJPയുമായിട്ടുള്ള ബന്ധമാണ്. അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അതിശക്തമായി തുറന്നു കാട്ടുക തന്നെ ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ നേരെ നടക്കുന്ന ഈ ആക്രമണത്തെ ഞങ്ങൾ ജീവൻ കൊടുത്തും പ്രതിരോധിക്കുക തന്നെ ചെയ്യും. മന്ത്രി P. രാജീവ് ഈ വിഷയത്തിൽ മറുപടി നൽകിയപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ 3-4 ദിവസമായി വിഷയം നടന്നിട്ട് ഇതുവരെയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു പരസ്യ പ്രതിഷേധം പോലും ഉണ്ടായില്ല. പിന്നെ എന്തിനാണ് ഞങ്ങളെല്ലാം ഇന്നലെ നിങ്ങളെല്ലാം കണ്ടല്ലോ, ഇന്നലെയും മിനിഞ്ഞാന്നും ഈ സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധം നടന്നല്ലോ. ഇന്നലെ AICC ജനറൽ സെക്രട്ടറിയും ഞാനും KPCC പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ, MLA-മാരുൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ ഇന്നലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തതാണ്. ഇന്നലെ ഞങ്ങൾ നിയമസഭയിൽ മെൻഷൻ ചെയ്തു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗുരുതരമായ കേസിൽ ഞങ്ങളെല്ലാം പത്രസമ്മേളനത്തിൽ അതിശക്തമായ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. പരാതികളില്ല എന്ന് ഇന്നലെ നിയമസഭയിൽ ഒരു CPM അംഗം പറഞ്ഞു. ആ പരാതികൾ മുഴുവൻ ഞങ്ങൾ ഉയർത്തിക്കാട്ടി. നിരവധി പരാതികൾ ഈ സംസ്ഥാനത്തുടനീളം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം വിചാരിക്കുന്നത് ഗവൺമെന്റ് ഈ കാര്യം ഗൗരവമായി എടുത്ത് അടിയന്തരമായ നടപടി സ്വീകരിക്കുമെന്നാണ്. ഈ അവിശുദ്ധ ബാന്ധവം ഈ വിഷയത്തിലും ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കേന്ദ്ര ഏജൻസികളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. കേന്ദ്ര ഏജൻസികളുമായി ധാരണയിലാണ്. BJPയും നിങ്ങൾക്ക് അറിയില്ലേ എത്ര കേസുകളാണ്, മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് കേസ്, കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള തൃശൂർ പൂരം കലക്കിയ കേസ്, ADGP RSS നേതാവിനെ കണ്ട കേസ്, ഇതെല്ലാം ഒതുക്കി തീർക്കല്ലേ ഗവൺമെന്റ്. എല്ലാം BJPക്ക് അനുകൂലമായി 4-5 കേസുകളാണ് ഇതുവരെ ഒതുക്കി തീർത്തത്. തൃശൂർ പൂരം കലക്കാൻ BJPക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തില്ലേ? എന്നിട്ട് എവിടെ പോയി ആ കേസ്? അവിടുത്തെ DGP റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അതിൽ കുറ്റവാളിയായ ADGPയെ സംരക്ഷിക്കുകയല്ലേ? ആ ADGPയല്ലേ RSS നേതാവിനെ കാണാൻ പിണറായി വിജയൻ പറഞ്ഞയച്ചത്? എന്തുപറ്റി? കൊടകര കുഴൽപ്പണ കേസിൽ ഒരു BJPക്കാരൻ പോലും അറസ്റ്റിലായില്ലല്ലോ, എല്ലാ തെളിവുകളുണ്ടായിട്ടും. മഞ്ചേശ്വരം കേസിൽ 1 കൊല്ലത്തിനകം സമർപ്പിക്കേണ്ട കാര്യം സമർപ്പിക്കാതിരുന്നതുകൊണ്ടാണ് ആ കേസ് തള്ളിപ്പോയത്.
ഇന്ന് ചർച്ചയില്ല, നോട്ടീസും ഇല്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട്. ഈ BJP ഈ ചർച്ച നടത്തിയാൽ BJPയും കേരളത്തിലെ CPMും തമ്മിലുള്ള ഈ അൺഹോളി നെക്സസ്, അവിശുദ്ധമായ ഈ ബാന്ധവം കൂടുതൽ പുറത്തുവരും എന്നറിയാവുന്നത് കൊണ്ടാണ് അത് ചർച്ച ചെയ്യാൻ സമ്മതിക്കായിരുന്നത്. ഞങ്ങൾക്ക് ഒറ്റ ചോദ്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട്. ഇത് നിസാര സംഭവമാണോ? രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കും എന്നൊരു BJP നേതാവ് അദ്ദേഹത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞതൊരു നിസാര സംഭവമാണോ? അതിന് മറുപടി പറയണം. പിണറായി വിജയൻ മറുപടി പറയണം.